മാത്സിന്റെ ഒരു പുതിയ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റ്. നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താണ്? ക്ലോസ് പാക്കിങ് അല്ലെങ്കിൽ ക്യൂബിക്കോസ് പാക്കിങ്, ഹെക്സഗണൽ ക്ലോസ് പാക്കിങ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരുന്നത്. സോ റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റിന് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെന്ന് പറയുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്തോ ഒരു രീതിയിൽ ഒന്ന് അടുക്കി വെച്ചിരുന്നു. ഈ അടുക്കി വെച്ചതിന്റെ ചേഞ്ചസ് എത്ര മാത്രമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതിന്റെ മാറ്റം ഉണ്ടാകാം എന്നുള്ള മെഷറിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന കാര്യം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആദ്യം ഉള്ളത് പോയിന്റ് ഡിഫെക്ട്സ്, ലൈൻ ഡിഫെക്ട്സ്. ഇത് രണ്ടുമാണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പോയിന്റ് ഡിഫെക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡീവിയേഷൻ ഫ്രം ഐഡിയൽ അറേഞ്ച്മെന്റ് അറൌണ്ട് എ പോയിന്റ് ഓഫ് ആൻ ആറ്റം. അതായത് ഒരു ആറ്റത്തിന്റെ ഒരു പോയിന്റിൽ നിന്ന് മാത്രമുള്ള ഡീവിയേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പോയിന്റ് ഡിഫെക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ലൈൻ ഡിഫെക്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിസ് പോയിന്റുകളിൽ നിന്ന്, ഒരു എൻറ്റയർ ലാറ്റിസ് പോയിന്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു റോയിൽ നിന്നോ ഒരു ചേഞ്ച്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു വലിയ ബീഡ് എടുക്കുകയാണ്. ഓക്കെ, ഒരു ബീഡ്സ് എടുക്കുകയാണ്, ഒരു മുത്തെടുക്കുകയാണ്. അപ്പോൾ ആ മുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന ആ പൊട്ടിച്ചിട്ട് നമ്മൾ ഒരു നൂലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു മുത്തിന് മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആറ്റംസിന് മാത്രമേ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോയിന്റ് ഡിഫെക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ലൈൻ ഡിഫെക്ട് എന്താണ്? ഈ എൻ്റെ കുറെ മുത്തുകളുടെ ഇങ്ങനെ റോ അടുക്കി വെക്കുകയാണെങ്കിൽ ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പം അതിനെയാണ് ലൈൻ ഡിഫെക്ട് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ലൈൻ ഡിഫെക്റ്റിന്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. എന്താണെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കാര്യം ലൈൻ ഡിഫെക്റ്റിന്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. കുറെ അധികം കാര്യങ്ങൾ, സ്ലിപ്പ് തിയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ലൈൻ ഡിഫെക്ട്സ് നമുക്ക് വേണ്ട, നമുക്ക് പോയിന്റ് ഡിഫെക്ട്സ് മാത്രം മതി. പോയിന്റ് ഡിഫെക്ട്സ് 3 ടൈപ്പാണ്: സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്, ഇംപ്യൂരിറ്റി ഡിഫെക്ട് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്. സ്റ്റോഷിയോമെട്രിക് ചേഞ്ച് സംഭവിക്കാത്ത ഡിഫെക്റ്റിനെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട് എന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, സ്റ്റോഷിയോമെട്രിക് ചേഞ്ച് വരാത്ത ഡിഫെക്റ്റുകളെ നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റുകളെന്നും സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റുകളെന്നും സ്റ്റോഷിയോമെട്രിക് ചേഞ്ച് വരുത്തുന്ന ഡിഫെക്റ്റുകളെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട് എന്ന് വിളിക്കും. ഇംപ്യൂരിറ്റി ഡിഫെക്ട്, അപ്പൊ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് ഇംപ്യൂരിറ്റി ഡിഫെക്ട് ആണ്. ഓക്കെ, കുറച്ച് സിമ്പിൾ ആണ്. ഇംപ്യൂരിറ്റി ഡിഫെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആറ്റം എടുത്താൽ അതിന് ഇംപ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്യൂരിറ്റി ഡിഫെക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ക്ലോസ്ലി എന്താണ് സ്റ്റോഷിയോമെട്രിക്, എന്താണ് ഇംപ്യൂരിറ്റി, എന്താണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ്, ഇതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇനി അങ്ങോട്ട് നോക്കാം. നെക്സ്റ്റിൽ നമുക്ക് അങ്ങോട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട് ആണ്. സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റിനെ നമ്മൾ മറ്റൊരു പേരിലും വിളിക്കും, അല്ലെങ്കിൽ എന്താണ് ഇൻട്രിൻസിക് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫെക്ട്സ് എന്ന് വിളിക്കും. അപ്പൊ ഇത് തെർമോഡൈനാമിക് ഡിഫെക്ട് എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫെക്ട്സ് ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം തെർമോഡൈനാമിക് എഫക്റ്റ് ആണ്. In turn it has to be heat അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് ഉണ്ടാകുന്നത്. സ്റ്റോഷിയോമെട്രിക് ഡിഫെക്റ്റിന്റെ ഒരു പ്രധാന കാര്യം, ഒരു കാരണവശാലും ഇത് ആറ്റത്തിന്റെ സ്റ്റോഷിയോമെട്രിയെ അഫക്ട് ചെയ്യത്തില്ല. അതായത് സ്റ്റോഷിയോമെട്രി എപ്പോഴും പ്രിസർവ്ഡ് ആയിരിക്കും. ഓക്കെ, സ്റ്റോഷിയോമെട്രി പ്രിസർവ് അല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫെക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് പറയാനുണ്ട്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നോൺ അയോണിക് സോളിഡ്സ്. നോൺ അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിക് അല്ലാത്ത സോളിഡുകളിൽ സംയുക്തങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഈ ക്ലാസിഫിക്കേഷനിൽ സത്യം പറഞ്ഞാൽ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം. ഓക്കെ, എന്നാൽ അടുത്ത ക്ലാസിഫിക്കേഷൻ അയോണിക് സോളിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം അതിൽ എക്സാമ്പിൾസിന് കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എന്താണ് എന്ന് പക്ഷേ സത്യം പറഞ്ഞാൽ ഈ വേക്കൻസി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിഫെക്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ അടുത്ത ക്ലാസിഫിക്കേഷനിലുള്ളത്. എന്നാൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നോൺ അയോണിക് സോളിഡ്സ്, അയോണിക് സോളിഡുകൾ, നോൺ അയോണിക് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ് നോൺ അയോണിക് സോളിഡ്സ് എന്താണ്. അയോണിക് അല്ലാത്ത സോളിഡുകളെ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പൗണ്ടുകളാണ് നോൺ അയോണിക് സോളിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രണ്ട് തരം ഡിഫെക്ട്സുകളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഒന്ന് പറഞ്ഞ വേക്കൻസി ഡിഫെക്ട്, സെക്കൻഡ് എന്ന് പറഞ്ഞ ഇന്റർസ്റ്റീഷ്യൽ ഡിഫെക്ട്. വേക്കൻസി ഡിഫെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ലാറ്റിസ് സ്ട്രക്ചറിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന സോളിഡിന്റെ ലാറ്റിസ് സ്ട്രക്ചറിൽ നിന്ന് ഇത് സംഭവിക്കും, ആറ്റംസ് എസ്കേപ്പ് ചെയ്തതിനു ശേഷം കംപ്ലീറ്റ്ലി അവിടെ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടാവും. അതായത് അവിടെ കംപ്ലീറ്റ്ലി അത് വേക്കന്റ് ആയിരിക്കും. ഒരു ആറ്റം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന അയോണിക് സോളിഡ് എക്സാമ്പിൾ പറഞ്ഞാൽ, നോൺ അയോണിക് സോളിഡ്സിന്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയാം, റെഫർ ചെയ്യാൻ കുറിച്ച് എളുപ്പമാണ്.
മോളിക്കുലർ സോളിഡ്സ് നമുക്ക് ഏതുകൊണ്ടെങ്കിലും പറയാം. നോൺ അയോണിക് സോളിഡ്സ്, അയോണിക് സോളിഡ്സ് മാത്രമേ പഠിച്ചുള്ളൂ. അപ്പം അയോണിക് സോളിഡ് അല്ലാത്ത സോഡിയം ക്ലോറൈഡ് പോലുള്ള കോമ്പൗണ്ടുകൾ അല്ലാത്ത എല്ലാം നോൺ അയോണിക് സോളിഡ്സ് ആണ്. ഓക്കെ, അപ്പം നോൺ അയോണിക് സോളിഡ്സ് എടുത്തു കഴിഞ്ഞാൽ ഏതുകൊണ്ടെങ്കിലും പറയാം. നമുക്ക് NO2, SO2 അതുപോലുള്ള ഏത് കോമ്പൗണ്ടുകൾ വേണമെങ്കിൽ നമുക്ക് പറയാം. ദെൻ എന്താണ്, we can even consider കാർബണിന്റെ ഹയർ കോമ്പൗണ്ടുകൾ എടുക്കാം, കാർബണിന്റെ വലിയ സ്ട്രക്ചർ എടുക്കാം, ഫുള്ളറീൻസ് എടുക്കാൻ പറ്റും, അതുപോലെ ഗ്രാഫൈറ്റ് എടുക്കാം. സോ ഇതെല്ലാം നോൺ അയോണിക് സോളിഡ്സ് ആണ്. സോ ആ ഇരിക്കുന്ന സോളിഡുകളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇൻഡസ്ട്രിയൽ ഡിഫക്ട്സിനെയാണ് നമ്മൾ നോൺ അയോണിക് സോളിഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ അയോണിക് സോളിഡ് രണ്ട് ടൈപ്പ് ആണ്, വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ്. വേക്കൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹീറ്റിംഗ് കൊണ്ട് കംപ്ലീറ്റ്ലി ഇമ്പാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രക്ചർ എടുത്തു, ഉദാഹരണം നമ്മൾ SO2 എന്ന് പറയുന്ന കോമ്പൗണ്ട് എടുത്തു, അതിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് ഒരു ആറ്റം ചിലപ്പോൾ പോകണം. ഒരു കംപ്ലീറ്റ് സോളിഡ് എടുത്താൽ, ഒരു കംപ്ലീറ്റ് നമ്മളൊരു സോളിഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ആറ്റത്തിന്റെ സ്ട്രക്ചർ ചെയ്യുന്നത് ഇതെല്ലാം ഓരോ ആറ്റംസ് ആണെന്ന് വെച്ചോ, ഇതെല്ലാം ഓരോ ആറ്റംസ് ആണെന്ന് വെച്ചോ. അപ്പൊ ഈ ആറ്റത്തിന്റെ സ്ട്രക്ചറിൽ നിന്ന് എന്താണ്, ഒരെണ്ണം ഒക്കെ അങ്ങ് മിസ് ആവുകയാണ്, അല്ല ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഒക്കെ അങ്ങ് മിസ് ആവുകയാണ്. അപ്പൊ ഇങ്ങനെ മിസ് ആവുന്ന കേസിൽ അപ്പൊ നമുക്ക് എന്താണ്, റാൻഡം ആയിട്ട് നമുക്ക് മിസ് ആക്കാം അല്ലെ, അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ലൈൻ ഡിഫക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ തോന്നിയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എസ്കേപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെയാണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്, വേക്കന്റ് സ്പേസുകൾ റിസൾട്ട് ചെയ്യും. ഇത് എന്ത് സംഭവിക്കും, നമ്മൾ ആറ്റത്തിന് ഒരു ഡെൻസിറ്റി ഉണ്ട് അല്ലെ, നമ്മൾ ആ ഇരിക്കുന്ന സോളിഡ് ഒരു ഡെൻസിറ്റി ഉണ്ട്. സോ വേക്കൻസി ഡിഫക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഡെൻസിറ്റി എന്താണ്, കുറയും. കാരണം എന്ന് വെച്ചാൽ എന്താണ്, ഇവിടെ സാധനങ്ങൾ മിസ് ആവുകയാണ്. സോ ആറ്റത്തിന്റെ ഡെൻസിറ്റി, സോളിഡിന്റെ ഡെൻസിറ്റി എന്ത് സംഭവിക്കും, സ്വാഭാവികമായിട്ട് കുറയും. അതായത് വലുതായിട്ട് കുറയുന്നില്ല, 8.9 ഉണ്ടെങ്കിൽ 8.89 ആയിട്ട് മാറും. ആ ഒരു ഡിഫറൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ്. ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ് എന്താണ്, ആയിരിക്കുന്ന ആറ്റംസ് മോളിക്യൂൾസിന്റെ ഇൻഡസ്ട്രിയൽ സൈറ്റുകളിലോട്ട്, ഇരിക്കുന്ന സാധനത്തിന്റെ ഇൻഡസ്ട്രിയൽ സൈറ്റുകളിലോട്ട് കയറിയിരിക്കും. ഇരിക്കുന്ന സാധനം തന്നെയല്ല, അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ എന്താണ്, വേറെ സൈറ്റുകളിൽ നിന്ന് കയറി ഇരുന്നിട്ട് എന്റെ സ്ട്രക്ചറിൽ എന്താണ്, ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റുകൾ ഉണ്ടാവും. സോ ഈ ഇരിക്കുന്നത് ഡെൻസിറ്റി കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ് എന്ത് ചെയ്യും, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. ഒരു പ്രധാന കാര്യം ചിന്തിക്കണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നില്ല, ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇരിക്കുന്ന സോളിഡിൽ നിന്ന് അല്ലാത്ത കാര്യം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്നതാണ്, ഓക്കെ, ഇൻഡസ്ട്രിയൽ സൈറ്റുകൾ എന്ന് പറയുന്നതാണ് ഈ ഇരിക്കുന്ന വേക്കന്റ് സ്പേസുകളാണ് ഇൻഡസ്ട്രിയൽ സൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇരിക്കുന്ന സൈറ്റുകളിലേക്ക് എന്താണ്, ഈ ഇരിക്കുന്ന സൈറ്റുകളിലേക്ക് ഒരു ആറ്റം കയറി ഇരിക്കുകയാണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് ഒരു ആറ്റം ആയിരിക്കും, പുറത്തുനിന്ന് SO2 ആറ്റം കയറി ഇരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിലുള്ളതിനേക്കാൾ ഇപ്പൊ ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞ് 8.90 ഉണ്ടായിരുന്നത് 8.89 ആയിട്ട് മാറുകയാണ്. ഓക്കെ, 8.89 ആയിട്ട് മാറും. സോറി 8.90 ഉള്ളത് 8.89 ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താണ്, വേക്കൻസി ഡിഫക്റ്റ്. ഒരു എക്സാമ്പിളോടെ ഞാൻ പറയാണ് വേക്കൻസി. പക്ഷെ 8.90 8.91 ആവുകയാണെങ്കിൽ എന്തായിരിക്കും, അത് മോസ്റ്റ് പ്രോബബ്ലി ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ് ആയിരിക്കും. സോ നോൺ അയോണിക് സോളിഡ്സിൽ നമുക്ക് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് അയോണിക് സോളിഡുകളിൽ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. സോ പറഞ്ഞു നിർത്തിയത് നമ്മൾ നോൺ അയോണിക് സോളിഡ്സിന്റെ സ്റ്റോയിയോമെട്രിക് ഡിഫക്ട്സ് ഫോർ നോൺ അയോണിക് സോളിഡ്സ് ആണ് നേരത്തെ പറഞ്ഞത്, വേക്കൻസി ഡിഫക്റ്റ്, ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ് ആണ്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് പറഞ്ഞാൽ അയോണിക് സോളിഡ്സിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഡിഫക്ട്സ് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അയോണിക് സോളിഡ്സിൽ രണ്ട് ടൈപ്പ് ആണ് നമുക്കുള്ളത്, ഷോർട്ട്ലി ഡിഫക്റ്റ് എന്നും അതേപോലെ തന്നെ നമ്മുടെ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നുമാണ് ഈ ഡിഫക്റ്റിനെ വിളിക്കുന്നത്. രണ്ടുപേരുടെ പേരിലിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം, ഇപ്പൊ ഞാൻ പറഞ്ഞ അയോണിക് സോളിഡുകളാണ്. സോ നമുക്ക് എന്താണ്, പോസിറ്റീവ് നെഗറ്റീവ് ആറ്റംസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നമുക്ക് സോഡിയം ക്ലോറൈഡ് തന്നെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോഡിയം ക്ലോറൈഡ് എക്സാമ്പിളും ഉണ്ട്, സോഡിയം ക്ലോറൈഡ് നമ്മൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റ്. ഇതിനെ അതുപോലെ നമ്മൾ ഒരു പേര് കൂടിയിട്ട് വിളിക്കും, ഇതിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റുകൾ എന്ന് കൂടി നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റയോൺസ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ സൈറ്റുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. അതായത് ഇൻഡസ്ട്രിയൽ സൈറ്റുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും. സാധാരണ അത് ഇരിക്കേണ്ട പൊസിഷനിൽ നിന്ന് മാറി ഇൻഡസ്ട്രിയൽ സൈറ്റുകളിലേക്ക് എസ്കേപ്പ് ചെയ്തിരിക്കും ഈ കാറ്റയോൺസ് വന്നിരിക്കും. അത് കാരണം സംഭവിക്കുന്നു പറഞ്ഞാൽ യൂഷ്വലി കാറ്റയോൺസിന്റെ സൈസ് ആനയോൺസിനേക്കാൾ ചെറുതായിരിക്കും. അതായത് പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അയോൺസിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, പോസിറ്റീവ് അയോൺസ് ചെറുതാവുകയും അതെന്ന് പറയുന്ന ഇൻഡസ്ട്രിയൽ സൈറ്റുകൾ എന്ന് പറഞ്ഞപ്പോൾ എന്തായിട്ട് മാറും, കുറച്ചുകൂടെ വലുതായിരിക്കും. അതായത് കാറ്റയോൺസിന് ചെന്ന് കയറി ഇരിക്കാൻ പറ്റുന്ന ടൈപ്പിൽ ഇൻഡസ്ട്രിയൽ സൈറ്റുകൾ അവൈലബിൾ ആവുന്ന കേസിലാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഇപ്പം കാറ്റയോൺസ് നമുക്കുണ്ട്, അതിന്റെ സൈസ് കുറവാണ്, ഇൻഡസ്ട്രിയൽ സൈറ്റുകളിലേക്ക് സംഭവിക്കും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ആണ്. സോ എന്താണ്, അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ല. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ആറ്റത്തിന്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് വേറൊരു സൈറ്റിലേക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇതൊരു ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് ആണ്. അതായത്
ആക്ച്വലി അവിടെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. ആറ്റംസിന്റെ ഒറിജിനൽ പോർഷൻ നിന്ന് വേറൊരു പോർഷനിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാന കാര്യം ഇത് ഡെൻസിറ്റിയെ യാതൊരു തരത്തിലും അഫക്ട് ചെയ്തില്ല. അതായത് ഡെൻസിറ്റി ഒന്നും ചേഞ്ച് ചെയ്തില്ല. കാരണം 8.90 ഉണ്ടെങ്കിൽ അത് 8.90 ആയിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. ഒരു കാരണവശാലും ഡെൻസിറ്റിക്ക് ഒരു ചേഞ്ചും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ZnS, സിങ്ക് സൾഫൈഡ്, AgCl, സിൽവർ ക്ലോറൈഡ്, അതുപോലെ സിൽവർ ബ്രോമൈഡ്, അതുപോലെ AgI. ഈ സിൽവർ ബ്രോമൈഡ് ഞാൻ വട്ടം ഇട്ട് വെച്ചിട്ടുണ്ട്, അത് എന്തുവാണെന്ന് അടുത്ത കാര്യം പറയുമ്പോൾ പറയാം. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഷോർട്ട് കീ ഡിഫക്റ്റ് ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസും ആനിയോൺസും ഇന്റർസ്റ്റീഷ്യൽ സൈക്കിളിൽ അതിന്റെ ലാറ്റിസ് പോയിന്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യും. അതായത് സോഡിയം ക്ലോറൈഡ് ഉണ്ടെങ്കിൽ 2 സോഡിയം പോവുകയാണെങ്കിൽ 2 ക്ലോറിനും പോകും, 3 സോഡിയം പോവുകയാണെങ്കിൽ 3 ക്ലോറിനും പോകും. അതായത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ആണ്. എന്ത് സംഭവിച്ചാലും ശരി, ഒരു പ്രധാനപ്പെട്ട കാര്യം ഷോർട്ട് കീ ഡിഫക്റ്റിൽ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെൻസിറ്റി നമ്മൾ കുറഞ്ഞിരിക്കും, ഉറപ്പായിട്ടും കുറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഉള്ളതിൽ നിന്ന് കുറയാണ്. അപ്പം ഡെൻസിറ്റി കുറയുന്നത് എന്താണ്, ആറ്റംസ് നമുക്ക് ഉണ്ടായിരുന്ന സൈക്കിളിൽ നിന്ന് അത് എസ്കേപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിന്റെ ഡെൻസിറ്റി നമുക്ക് റെഡ്യൂസ്ഡ് ആയിട്ട് മാറുന്നത്. മറ്റേ കേസിൽ എന്താണ്, 2 എണ്ണം അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോകുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുക, പക്ഷെ വേറെ സ്ഥലത്ത് കയറി ഇരിക്കുക. ഇവിടെ എന്താണ്, അവർ ഉദാഹരണം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ ഇവരെന്താണ് ഈ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ വേറെ മുറി കയറി ഇരിക്കുക. ഇവരെന്താണ് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ വീട്ടിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു. ഇവിടെ നോക്കിയേ, വീട്ടുകളിൽ നിന്ന് അവർ വേറെ മുറിയിലേക്ക് മാറി. മീൻസ് എന്താണ്, അവരവിടെ തന്നെ ഉണ്ട്, വേറെ അങ്ങോട്ടും പോകുന്നില്ല, അവർ ആ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ വേറൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അതായത് അവിടെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ തിരിഞ്ഞു പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചിലർ കാണിക്കുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് എടുത്ത് ഫ്രങ്കൽ ഡിഫക്റ്റിന്റെ താഴെ എഴുതും, ഫ്രങ്കൽ ഡിഫക്റ്റ് എടുത്ത് ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ താഴെ എഴുതും. അത് കാണിക്കരുത്. ഓക്കെ, ഇത് ഡെൻസിറ്റി കുറയ്ക്കത്തില്ല. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, CSCl ആൻഡ് AgBr. അപ്പൊ AgBr എന്താണ്, 2 തരം ഡിഫക്റ്റുകൾ കാണിക്കും. എന്താണ് ഈ Ag എന്ന് പറയുന്നത്, എന്താണ് കമ്പയറബിൾ സൈസ് ഉള്ളതാണ്. വളരെ അധികം വലിയ സൈസ് അല്ല, എന്നാൽ വളരെ അധികം ചെറിയ സൈസും അല്ലാത്ത രീതിയിൽ ഈ ആറ്റത്തിന്റെ Agയുടെ സൈസ്, Ag2+ സൈസ് കൊണ്ടാണ്. ഇതിന്റെ കാര്യം റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനുള്ളത് Ag2+ എന്ന് പറയുന്ന സാധനത്തിന്റെ സൈസ് ഇതിനേക്കാൾ വളരെ അധികം ഡിഫറന്റ് അല്ലാത്തതുകൊണ്ടാണ്. Ag2+ അല്ല, സോറി, Ag+. വളരെ അധികം ഡിഫറന്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷൻ സംഭവിക്കുന്നത്. സോ നമുക്ക് ഇനി അടുത്ത ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, നോൺ സ്റ്റോയിയോമെട്രിക് ഡിഫക്റ്റും ആണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് സത്യം പറഞ്ഞാൽ അത്ര ഡിഫിക്കൽട്ട് ആയ ഒരു കാര്യമല്ല, കുറച്ച് എളുപ്പമാണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് സിമ്പിളാണ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോഡിയം ക്ലോറൈഡ് അറിയാലോ. ഓക്കെ, ഞാൻ ആ സോഡിയത്തിന്റെയും ക്ലോറിന്റെയും ഒക്കെ ഒരു ലാറ്റിസ് പോയിന്റുകൾ ഞാൻ വരയ്ക്കാം. സോഡിയം ക്ലോറൈഡ് NaCl ആണ് അതിന്റെ ഫോർമുല. Na+ Cl- ആണെന്ന് നമുക്കറിയാം അല്ലേ. സോ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, അപ്പോൾ നമുക്ക് സോഡിയം ക്ലോറൈഡ് ഒന്ന് വരയ്ക്കാം. ഇത്തിരി വലുതായിട്ട് അങ്ങ് വരയ്ക്കാം. സോഡിയം ക്ലോറൈഡ് Na ഉണ്ട്, Cl- ഉണ്ട്, Na ഉണ്ട്, Cl- ഉണ്ട്. ഓക്കെ, Na ഉണ്ട്, Cl- ഉണ്ട്, Na ഉണ്ട്, Cl- ഉണ്ട്, Na ഉണ്ട്, Cl- ഉണ്ട്, Na ഉണ്ട്, Cl- ഉണ്ട്. അപ്പം Na എല്ലാം എന്തായിരിക്കും, പ്ലസ് ആറ്റംസ് ആണ്. Na+ ആണ്, 2+ അല്ല, Na+ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്പൊ ഞാൻ ഇതിന് പകരമായിട്ട് ഈ Na-ക്ക് പകരമായിട്ട് ഒരു Sr2+ എന്ന് പറയുന്ന ഒരു ആറ്റം കൊണ്ടുവന്നു. Sr2+, അതായത് 2 ആറ്റംസ് ആണ്, 2 ഇലക്ട്രോൺസിന്റെ ബാലൻസ് ആവശ്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇരിക്കുന്ന സൈറ്റിലേക്ക് എന്താണ് ഒരു Sr2+ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ അതാ ഈ ഇരിക്കുന്ന Na+നെ മാറ്റി ഞാൻ എന്താണ് ഇവിടെ Sr2+ എഴുതി. ഇവിടെ 2+ ആണെങ്കിൽ എന്താ സംഭവിച്ചിരിക്കുക, ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ അല്ല. അതിന് പകരമായിട്ട് ഒരു Na+നെ ഇവിടെ നമ്മൾ അവിടുന്ന് പുറത്താക്കി ഇവിടെ വേക്കൻറ്റ് സംഭവിക്കും. ഓക്കെ, ഇവിടെ NaCl ഉണ്ട്, ഇതെല്ലാം ആറ്റംസ് ആണ്. ഓക്കെ, ഇതെല്ലാം ആറ്റംസ് അല്ല, ഇതെല്ലാം ഓരോ അയോൺസ് ആണ്. സോ വി ഹാവ് ദിസ്, ഇവിടെ ഒരു വേക്കൻറ്റ് സ്പേസും വരും. സോ ഇങ്ങനെ സംഭവിക്കുന്ന ഡിഫക്റ്റിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ആറ്റത്തിന്റെ ഇപ്പൊ ഈ കേസിൽ ഡെൻസിറ്റി കുറയോ, ഉറപ്പായിട്ടും ഡെൻസിറ്റി കുറയും കേട്ടോ. അത് ഡെൻസിറ്റി കുറയുന്ന കാര്യം പാടില്ല, പക്ഷെ ഡെൻസിറ്റി ഇത് എന്തായാലും കുറയ്ക്കും. ആറ്റംസ് എസ്കേപ്പ് ചെയ്യാണല്ലോ, പക്ഷെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈ കേസിൽ മെയിൻറ്റെയിൻ ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതായത് സ്റ്റോഷിയോമെട്രി ഒരു കാര്യത്തിലും ബാലൻസ് ചെയ്യാതെ പോകുന്ന ഡിഫക്റ്റിനെയാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ, വേറൊരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ NaCl പറഞ്ഞു, അതുപോലെ തന്നെ എക്സാമ്പിൾ കാണിക്കുന്ന CdCl2, കാഡ്മിയം ഡൈക്ലോറൈഡ്, അതുപോലെ തന്നെ AgCl, എന്താണ് സിൽവർ ക്ലോറൈഡ്. ഇത് രണ്ടുമാണ് മറ്റ് 2 എക്സാമ്പിളുകൾ എടുത്ത് കാണിക്കുന്നത്.
സോ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്, അതായത് സ്റ്റോഷിയോമെട്രി ബാലൻസ് ചെയ്യാതെ ചെയ്യുന്ന ഡിഫക്റ്റുകളാണ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതൊരു കാരണവശാൽ എന്താണ് സ്റ്റോഷിയോമെട്രി ബാലൻസ് ചെയ്യത്തില്ല. ഓക്കെ, സോ അടുത്ത പറയാൻ പോകുന്നത് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ. അപ്പം നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും ആറ്റത്തിന്റെ സ്റ്റോഷിയോമെട്രി ബാലൻസ് ചെയ്യുന്നതല്ല, ബാലൻസ് ഒരു സ്റ്റോഷിയോമെട്രി കംപ്ലീറ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യാത്ത ടൈപ്പിനെയാണ് നമ്മൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് രണ്ട് ടൈപ്പ് ഉണ്ടാവാം. എന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡിഫക്റ്റും ഉണ്ടാവാം, അതുപോലെ തന്നെ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും ഉണ്ടാവും. ഓക്കെ, ഇതിലെ മെറ്റൽ എഫിഷ്യൻസി ഡിഫക്റ്റ് സത്യം പറഞ്ഞാൽ അതിന് ക്ലാസിഫിക്കേഷൻസ് ഒന്നുമില്ല. എന്നാൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റിന് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി, അതായത് ആനിയോണിക് വേക്കൻസി വരുന്നത് കൊണ്ടുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി എന്ന് പറയുന്നത്. ഇത് സത്യം പറഞ്ഞാൽ കാണപ്പെടുന്നത് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ് പോലുള്ള സാധനങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ഇത് ഒരുതരം ആൽക്കൈൽ ഹാലൈഡുകളാണ്. അപ്പം ഇതെന്ന് പറയുന്നത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഡിയം ക്ലോറൈഡ്, അതായത് നമ്മൾ സോൾട്ട് എടുത്തിട്ട് നമ്മുടെ സോഡിയത്തിന്റെ പ്രസൻസിൽ നമ്മൾ നല്ല രീതിക്ക് എന്താണ് സോഡിയം വേപ്പേഴ്സ് ആണ്, സോഡിയം വേപ്പേഴ്സിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുകയാണ്, നല്ല രീതിക്ക് ഹീറ്റ് ചെയ്യണം. ഓക്കെ, നല്ല ഹൈ ടെമ്പറേച്ചർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സോഡിയത്ത് വേപ്പർ ഫേസിൽ ഇരിക്കുന്ന സോഡിയം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സോഡിയം ക്ലോറൈഡിന്റെ സർഫസിൽ വരും. ഓക്കെ, അതിന്റെ സർഫസിൽ വന്നിട്ട് എന്താണ് ഒരു പാട പോലെ നിൽക്കും. അപ്പൊ ആ ഇരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് സംഭവിക്കും, ഈ സോഡിയം എന്ന് പറയുന്നത് ഇതിന്റെ സൈറ്റുകളിലേക്ക് പോകും. സോഡിയമാണ് പോകുന്നത്. നമ്മൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, Na+ഉം Cl- ആണ്. അപ്പൊ സോഡിയം ക്ലോറൈഡിന്റെ സർഫസ് ചെല്ലുമ്പോൾ ഈ ഇരിക്കുന്ന സോഡിയം Na+ അയോൺസ് ആയിട്ട് മാറും. അപ്പൊ എന്താണ് ഒരു അഡീഷണൽ ഒരു ഇലക്ട്രോൺ എന്താണ് ഫ്രീ ആയിട്ട് വരും. ഓക്കെ, ആ ഈ ഫ്രീ ആയിട്ട് വരുന്ന ഇലക്ട്രോൺ എന്ത് സംഭവിക്കുന്ന അറിയാമോ, ഈ ഫിഗറിൽ കാണിക്കുന്നതാണ് ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ കയറിയിരിക്കും. ഈ ഒരു ഇലക്ട്രോൺ ഇവിടെ വരുന്നത് കൊണ്ട് ഒരുപാട് വലിയ പ്രശ്നമാണ് സംഭവിക്കുക. കാര്യം എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ആറ്റത്തിന് കളർ എന്തായിട്ട് മാറുമെന്ന് അറിയാമോ, യെല്ലോ കളർ ആയിട്ടായിരിക്കും മാറും കംപ്ലീറ്റ്ലി. നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിന് കൊണ്ട് ഈ ഒരു ഇലക്ട്രോൺ അല്ല, ഒന്ന് രണ്ട് സൈറ്റുകളിൽ റെക്കറന്റ് ആയിട്ട് എന്ത് സംഭവിക്കും, ഈ ഇരിക്കുന്ന ഇലക്ട്രോൺസ് കയറി ഇരിക്കുന്നുണ്ട്, ഇതിന്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് എന്തായിട്ട് മാറും, യെല്ലോ കളർ ആയിട്ട് മാറും. ഓക്കെ, അപ്പം യെല്ലോ കളർ ആയിട്ട് മാറും. അപ്പൊ എന്താണ് സംഭവിക്കുക, ഈ ഇരിക്കുന്ന ഇലക്ട്രോണിക് സെന്ററുകളെ എഫ് സെന്ററുകൾ എന്നോ ഫാർബൻ സെന്ററുകൾ എന്നോ നമ്മൾ വിളിക്കും. അതിന് ജർമ്മൻ ഈ എഫ് സെന്റർ എന്ന് പറയുന്ന ഫാർബൻ എന്ന് പറഞ്ഞാൽ കളർ എന്നാണ് ഫാർബന്റെ മീനിങ്. സോ കളർ സെന്ററുകൾ എന്നാണ് അതിനെ വിളിക്കുക. അതുപോലെ തന്നെ ലിഥിയം ക്ലോറൈഡ്, ലിഥിയത്തിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പിങ്ക് കളറും, പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് പൊട്ടാസ്യം വേപ്പറിന്റെ പ്രസൻസിൽ പൊട്ടാസ്യത്തിന് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിലിക് അല്ലെങ്കിൽ വയലറ്റ് കളറുമായിരിക്കും ലഭിക്കുക. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, സോഡിയം ക്ലോറൈഡിന് യെല്ലോ കളർ, ലിഥിയം ക്ലോറൈഡിന് പിങ്ക് കളറും, പൊട്ടാസ്യം ക്ലോറൈഡിന് വയലറ്റ് കളറുമാണ് ലഭിക്കുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഈ ഇരിക്കുന്ന മെറ്റൽ എക്സസ് ഡിഫക്ട് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസി എന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് മെറ്റൽ എക്സസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺ ഇൻ ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതായത് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലേക്ക് എക്സ്ട്രാ കാറ്റയോൺസ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന സിറ്റുവേഷൻ ആണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു കോമ്പൗണ്ട് അറിയാം, എന്താണ് സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. സോ സിങ്കിനെ ബേൺ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ബേൺ അല്ല, സിങ്കിനകത്ത് ഓക്സിജൻ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ബേൺ. അലൂമിനിയത്തിന്റെ കേസിൽ ബേണിംഗ് ആണ്, സോറി മാഗ്നീഷ്യത്തിന്റെ കേസിൽ ബേണിംഗ് ആണ്, സിങ്കിന്റെ കേസിൽ ബേണിംഗ് അല്ല. ഇത് ഇതാണ് ഓക്സൈഡ് ഫോർമേഷൻ. സോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിൽ വൈറ്റ് കളറാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. Z2++ half O2 + 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്ന സാധനത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന Zn2+ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുന്നു അറിയുമോ, ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലോട്ട് പോകും. സോ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, ഇത് സ്പ്ലിറ്റ് ആവുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എന്താണ്, ഇത് പുറത്തേക്ക് പോവാണ്. അതായത് നമ്മുടെ ഒരു Zn-യുടെ 10 മോളിക്യൂൾ എടുത്തിട്ട് 10 മോളിക്യൂൾ ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ ഹീറ്റ് നമ്മൾ അതിനകത്ത് ഒരു 4 എണ്ണത്തിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, 4 എണ്ണത്തിനെ ഹീറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് പിന്നെ നമുക്കുള്ളത് 6 മോളിക്യൂളാണ്. ഓക്കെ, അപ്പൊ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് Zn-യുടെ 10 മോളിക്യൂൾ ഉണ്ടായിരുന്നു, അതിൽ ഞാൻ എത്രയാണ് 4 എണ്ണത്തിനെ ഹീറ്റ് ചെയ്ത് മാറ്റി, ബാക്കി എത്ര ഉണ്ടാവും, ഈ 6 എണ്ണം ഉണ്ടാവും. സോ എന്താണ്, അപ്പൊ Zn-യുടെ സ്ട്രക്ചറിനകത്ത് ഈ 6 എണ്ണമേ സത്യം പറഞ്ഞാലുള്ളൂ, ഈ 4 എണ്ണം ഇല്ല അല്ലെ. Zn എന്ന് പറയുന്ന ക്രിയേഷനകത്ത് ഈ 6 എണ്ണമേ ഉള്ളൂ, 4 എണ്ണം ഇല്ല. അപ്പൊ 4 എണ്ണത്തിനെ ഞാൻ മാറ്റി, പിന്നെ ബാക്കി 6 എണ്ണമേ ഉള്ളൂ.
അപ്പൊ ഈ 6 എണ്ണത്തിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലേക്ക് നമ്മൾ പോകും. 6 ആറ്റംസേ ഉള്ളെങ്കിൽ ഈ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഇരിക്കുന്ന ഇസറൻ ആറ്റത്തിനകത്ത് നിന്ന് പുറത്തു പോകാതെ ഇതിന്റെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ എക്യുപ്പ് ചെയ്ത് വെക്കും. അതായത് ഒറിജിനലി ഇത് എന്താണ്, നമ്മൾ ലിബറേറ്റ് ചെയ്ത് പുറത്ത് കളയുകയാണ്, പക്ഷേ ഇതെന്ത് ചെയ്യും, ഇത് ഈ സൈറ്റുകളിൽ വന്ന് കയറിപ്പിക്കും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോഴും ഇതെന്താണ്, ഇത് എന്ത് ചെയ്യും, Z2+ എന്ന് പറയുന്ന ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിലോട്ട് പോകുമ്പോൾ ZNO എന്ന് പറയുന്ന ഫോർമുല കംപ്ലീറ്റ് ആയിട്ട് പ്രിസർവ് ചെയ്യത്തില്ല. എങ്ങനെയായിട്ട് മാറും? ZNO എന്ന് പറയുന്ന ഫോർമുല പ്രിസർവ് ചെയ്യാതെ Zn1+x, ഈ 1+x എന്ന് പറയുന്നത് അതിന്റെ സഫിക്സ് ആണ്. Zn1+x × O എന്ന് പറയുന്ന ഫോർമുലയിലേക്ക് മാറും. അതായത് ZNO എന്ന് പറയുന്ന മീനിങ് എന്ന് പറയുന്നത് Z1 Oയും 1. ഓക്കെ, അപ്പം ഞാൻ ഈ കേസിൽ ഇപ്പൊ ഈ ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരാറ്റം ഉണ്ടായിരുന്നു, അതൊരു കൃത്യമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 നമുക്ക് എടുക്കാം. ഓക്കെ, 10 മാറ്റിയിട്ട് നമ്മൾ 2 ആറ്റംസേ ഉള്ളെന്ന് വെച്ചോ. അപ്പൊ ഞാനതിൽ നിന്ന് 1 എടുത്തു. ഒരെണ്ണം ഇതിനകത്ത് സ്പ്ലിറ്റ്, ഒരെണ്ണം എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഒരെണ്ണത്തിലേക്ക് വീണ്ടും കയറി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും അല്ലെ? ഈ എക്സിന്റെ സ്ഥാനത്ത് 1 ആയിട്ട് മാറും. സോ Zn2O എന്നായിട്ട് മാറും. സോ ഇത് ബേസിക്കലി ഇങ്ങനെ ഒരു ആറ്റംസ് എന്താണ്, ഇത് ഡിഫക്റ്റ് ആണ്. നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്താണ്, ഇത് ഇംപ്യൂരിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ആറ്റംസ് എന്താണ്, അതിന്റെ സ്റ്റോഷിയോമെട്രി ചേഞ്ച് ആവുന്നു. ഞാൻ പറഞ്ഞു, നോൺ സ്റ്റോഷിയോമെട്രിക് ആണെങ്കിൽ ഇതിന്റെ സ്റ്റോഷിയോമെട്രി ചേഞ്ച് ആവുകയും എന്താണ്, അടുത്ത ഒറിജിനൽ സ്ട്രക്ചർ മാറുകയും ചെയ്യും. പക്ഷെ കളർ ഇമ്പാർട്ട് ചെയ്യുന്ന കാര്യമൊന്നും ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ മെറ്റൽ എക്സസ് ഡിഫെക്ട് ഡ്യൂ ടു ദി ആനിയോണിക് വേക്കൻസി എന്തായിട്ട് ക്രിയേറ്റ് ചെയ്യും, നമുക്ക് കളർ ഇമ്പാർട്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, കളർ ഇമ്പാർട്ട് ചെയ്യുമെന്ന് ഞാൻ നടത്തി പറഞ്ഞു. ഇനി നമുക്കുള്ളത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റുകളാണ്. അതെന്താണെന്ന് നമുക്ക് ഇന്ന് നോക്കാം. സോ നമുക്കിനിയുള്ളത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഒറ്റ കേസിൽ സംഭവിക്കുന്നത്. മെറ്റൽ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം സജസ്റ്റ് മെറ്റൽസ് ഇല്ലാതിരിക്കുക. ഇപ്പൊ നമ്മളൊരു ഫെറസ് അല്ലെങ്കിൽ അയണിന്റെ കേസ് എടുക്കുകയാണ്. അപ്പൊ അയോൺസിൽ നമുക്ക് 2 ആറ്റംസ് ആണ്, Fe2+ Fe3+ ആയ 2 ആറ്റംസ് ആണ് നമുക്കുള്ളത്. സോ പല കമ്പ്യൂട്ടർ Fe2O3 Fe2O4 മാഗ്നറ്റൈറ്റ് സിമെന്റൈറ്റ് എന്നുള്ള പല പേരുകൾ നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, ഹെമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നുള്ള പേരുകൾ പഠിക്കും. അപ്പൊ നമുക്ക് FeO എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എപ്പോഴും എന്താണ് 2+ അയോൺസ് അല്ലെങ്കിൽ 3+ അയോൺസ് മാത്രം. അപ്പൊ ഈ കേസിൽ എന്താണ് Fe2+ അയോൺസ് ആണ് എപ്പോഴും. കാരണം എന്താണ്, ഇവിടെ Fe2+ഉം ഓക്സിജൻ 2- ആണ്. സോ ഇറ്റ് ഈസ് 2+. അപ്പം ഈ Fe2+ന് പകരം ചില സമയങ്ങളിൽ Fe3+ ആണ് വരുന്നതെന്ന് സംഭവിക്കും. ചില കേസുകളിൽ Fe3+ വരാം. ഓക്കെ, ചിലപ്പോൾ ഒരു ഇലക്ട്രോണിക് ലോസ് Fe3+ വരാം. സോ എന്താണ്, ഫോർമുല കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യും. സോ ആ കേസിൽ നമ്മൾ FeO എന്ന് പറയുന്ന കേസിൽ, FeO ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, Fe1 O1. ഓക്കെ, അങ്ങനെ ഒരു കേസിലായിരുന്ന സമയത്ത് ഈ ഇരിക്കുന്ന 1 കറക്റ്റ് ആയിട്ട് ഇവിടെ ഉണ്ടാവത്തില്ല. പകരം 0.93 മുതൽ 0.96 വരെ ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ മച്ച് 3+ അയോൺസ് ആർ എൻറ്റേർഡ്. എത്ര 3+ അയോൺസ് എൻ്റർ ചെയ്യുന്നു അത്രയും അത് ഇംബാലൻസ് ആയിട്ട് മാറും. സോ അതിന് ഇംബാലൻസ് അനുസരിച്ച് 0.93 മുതൽ 0.96 വരെ ചേഞ്ച് ചെയ്യുന്നു. ആ ഇരിക്കുന്ന ഡിഫക്റ്റ്, അതായത് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ്, അതിന്റെ സ്റ്റോഷിയോമെട്രി കംപ്ലീറ്റ് ആയിട്ട് ഡിഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തരം നോൺ സ്റ്റോഷിയോമെട്രി ഡിഫക്റ്റ് ആണ്. ആ ഡിഫക്റ്റിന്റെ പേര് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം കൊണ്ട് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്ന കാര്യം തീർന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് 5 മാർക്കിനും 3 മാർക്കിനും 2 മാർക്കിനും എല്ലാം ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. സോ ഇത് കൃത്യമായിട്ട് പഠിക്കുക, ഡയഗ്രാംസ് വരയ്ക്കുക. ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ആണെങ്കിൽ കൃത്യമായിട്ട് ഡയഗ്രാം വരയ്ക്കുക. ഫാർബൻ സെന്റർ ആണെങ്കിൽ ഫാർബൻ സെന്റർ വരച്ച് കാണിക്കുക. വേക്കൻസി ഡിഫക്റ്റ് ആണെങ്കിൽ വേക്കൻസി ഡിഫക്റ്റ് വരച്ച് കാണിക്കുക. ഇൻഡസ്ട്രീഷ്യൽ ആണെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ഡിഫക്റ്റ് വരച്ച് കാണിക്കുക. ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് ആണെങ്കിൽ ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ് വരച്ച് കാണിക്കുക. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫറൻഷിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പോയിന്റ്സ് ഇടുക. സോ ഇത് ഇത്രയാണ് ഈ പോർഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.